എന്തുകൊണ്ടാണ് കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് എന്നാണ് ആദ്യം ആലോചിച്ചത്. സൈബർ ഇടത്ത് കൂടുതലും ഇടപെടലുകൾ നടത്തുന്നത് മലയാളികളാണ്. കാരണം ഇടപെടലുകൾ ഇല്ല എങ്കിൽ ക്രൈം ഇല്ല. 3-ാം സ്ഥാനത്താണ് കേരളം സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എന്ന കണക്കാണ് പുറത്തു വന്നത്. അതിൽ വേറൊരു കാരണം ഞാൻ കണ്ടുപിടിച്ചത് എന്തുകൊണ്ടായിരിക്കാം, അത് നമ്മുടെ ലിറ്ററസിയാണ്. നമ്മുടെ ഒരു 100% ലിറ്ററസിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൊണ്ടാണ് നമ്മൾ കൂടുതലായി ഇടപെടലുകൾ നടത്തുന്നത്. ഇപ്പം നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന മൊബൈല്, ഇതിലെ എല്ലാ ആപ്ലിക്കേഷനെയും പറ്റി നമുക്ക് ബോധമുണ്ടോ? പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇടപെടലുകൾ നടത്തും. നമ്മളെക്കാട്ടി അറിവുള്ള ഒരാൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും. അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പ്രധാനമന്ത്രി പോലും പറഞ്ഞിട്ടും പിന്നെയും കുറേ തവണ ഈ ഡിജിറ്റൽ അറസ്റ്റിന്റെ വിഷയങ്ങൾ വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിക്ടിമായിട്ടുള്ളവർ ഒരു ഏജ് കഴിഞ്ഞവരായി. ഇവർ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവരാണ്. ആ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഡീപ് ഫേക്കുകളുടെ കാലമാണ്. ഇതും പൊരുതേണ്ട ഒരു സാഹചര്യമാണ്. ഒരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് സൊസൈറ്റി റിയാക്ട് ചെയ്യുന്നത്? കാരണം പെട്ടെന്ന് റിയാക്ട് ചെയ്യും. വീഡിയോ ഒറിജിനൽ അല്ല എന്ന് കണ്ടെത്തി വരുന്ന സമയത്തിനുള്ളിൽ ഇതിന്റെ റിയാക്ഷൻ വഴി സമൂഹത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരു സെന്റൻസ് അല്ലെ ഒരു പാരാഗ്രാഫ് നമ്മൾ ജനറേറ്റീവ് AI വഴി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ജനറേറ്റീവ് AI വഴി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് അതിനകത്തിൽ അറിയാൻ പറ്റും എന്ന രീതിയിൽ അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു വാട്ടർ മാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അതല്ല എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്കാണ്. 3-ാം സ്ഥാനത്താണ് കേരളം സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എന്ന കണക്കാണ് പുറത്തു വന്നത്. ഈ കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? അതിൻ്റെ ആഘാതം എങ്ങനെയാണ്? കേരളത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ച്, എന്തുകൊണ്ടാണ് കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് എന്നാണ് ആദ്യം ആലോചിച്ചത്. അതിനെനിക്ക് കിട്ടിയ ഉത്തരം, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത്, കേരളത്തിൽ കൂടുതലായി സൈബർ വേൾഡിൽ ആൾക്കാർ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻ്റ് ആണെങ്കിലും മറ്റ് രീതിയിലാണെങ്കിലും സൈബർ ഇടത്ത് കൂടുതലും ഇടപെടലുകൾ നടത്തുന്നത് മലയാളികളാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കാരണം ഇടപെടലുകൾ ഇല്ല എങ്കിൽ ക്രൈം ഇല്ല. ഇടപെടലുകൾ കൂടി. ഇപ്പം 1-ാം സ്ഥാനത്ത് ഇരിക്കുന്ന കർണാടക എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ തെലുങ്കാന എടുത്ത് നോക്കിയാലും ഇവിടെയൊക്കെയാണ് കൂടുതൽ ഇടപെടലുകൾ നടക്കുന്നത്. ഇനി അതിൽ വേറൊരു കാരണം ഞാൻ കണ്ടുപിടിച്ചത് എന്തുകൊണ്ടായിരിക്കാം, അത് നമ്മുടെ ലിറ്ററസിയാണ്. നമ്മുടെ ഒരു 100% ലിറ്ററസിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൊണ്ടാണ് നമ്മൾ കൂടുതലായി ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ കൂടുതലായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്കുള്ളൊരു പരാജയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ എല്ലാ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും. പക്ഷേ ഇതിലെ ഏറ്റവും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം മൊബൈൽ ഫോണിനെ പറ്റി അറിവുള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. ഇപ്പം നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന മൊബൈല്, ഇതിലെ എല്ലാ ആപ്ലിക്കേഷനെയും പറ്റി നമുക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കറിയില്ല ഇതിനെപ്പറ്റി. നമുക്കതിനെപ്പറ്റി അറിയാം. കോള് വിളിക്കാനറിയാം, വാട്സപ്പിൽ മെസ്സേജ് വന്നാൽ എടുക്കാനറിയാം, മെസ്സേജ് അയക്കാനറിയാം. പക്ഷെ അതിൽ ഇൻബിൽറ്റായിട്ടുള്ള കുറേ ടാബുകളുണ്ട്. ഇതെന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചെറിയ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇടപെടലുകൾ നടത്തും. അപ്പോൾ പ്രശ്നം സംഭവിക്കുന്നത്, നമ്മളെക്കാട്ടി അറിവുള്ള ഒരാൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും. അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്ന്, കൂടുതലായി നമ്മൾ ഇടപെടുന്നു. 2, നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇടപെടുമ്പോൾ നമുക്ക് വേണ്ടത്ര നോളജ് ഇല്ല. നമ്മൾ നമ്മുടെ ചെറിയ അറിവ് വെച്ചുകൊണ്ടാണ്. ഇപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈമുകൾ എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണെങ്കിലും മറ്റു രീതിയിലുള്ള ചീറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈം. അതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പാസ്വേഡ് ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ OTP ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ഒരാൾ വിളിച്ചിട്ട് ബാങ്കിൽ നിന്നാണെന്ന് പറയുന്നു, നമ്മൾ അയാളെ വിശ്വസിക്കുന്നു, നമ്മൾ OTP ഷെയർ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നു. അപ്പം നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്? നമ്മൾ ഇത്തരം OTP ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അൺസെക്യൂർ ആയിട്ടുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു അറിവ് നമ്മൾക്ക് ഇല്ലാതെ പോകുന്നു. ഈ അറിവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ താരതമ്യേന ക്രൈമുകൾ എല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് അറിവാണ്. ജനങ്ങൾക്ക് അറിവാണ് വേണ്ടത്. ജനങ്ങൾ അറിയുക, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം പലപ്പോഴും ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഗ്രൂപ്പുകളിലും ചില ആൾക്കാരുടെ വോയിസ് ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. ഇപ്പം നമുക്ക് പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവരൊക്കെ അവരുടെ വോയിസ് കോൾ അതിനകത്തിൽ ഓപ്പണായി കിടക്കുന്നതാണ്. അത് അവരറിയാതെ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അവർ പോക്കറ്റിലും മറ്റും ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നു, അതിനകത്തിലേക്ക് വരുന്നു. അപ്പോൾ അവരുടെ ഒരു വോയിസ് ഇത് അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കാൻ അവർക്കറിയാം, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുവെന്ന് ഇവരറിയുന്നില്ല. അപ്പോൾ അവർക്ക് അറിവുണ്ടെങ്കിൽ സൈബർ ക്രൈമുകൾ ഇല്ലാതെ ഉണ്ടാവും.
അപ്പം നിയമം വഴിയോ നിയമം നമുക്ക് കൊണ്ടുവരാം, പക്ഷെ നിയമം വരുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെയാണ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കുറ്റകൃത്യത്തിന് വിധേയരാകുന്നവരെ നമ്മൾ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കും? അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിയമം നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാ നിയമങ്ങളും ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ IT ആക്ട് ആണെങ്കിലും ഡിജിറ്റൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഈ നിയമങ്ങളെല്ലാം തന്നെ നമ്മുടെ റൈറ്റുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്ന പ്രശ്നം, ഒരു സ്റ്റേജിൽ ഈ നിയമത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഒരു നിസ്സാര ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കാശ് പോകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സൈബർ സെല്ലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുമ്പം ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നത് UP-യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലുള്ള ഒരു അക്കൗണ്ടിലായിരിക്കും. ഈ അക്കൗണ്ട് അന്വേഷിച്ച് അവിടെ എത്തുന്ന സമയത്ത് ഈ അക്കൗണ്ട് ഹോൾഡർ പോലും അറിയില്ല ഇങ്ങനൊരു എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ആയത്. അതായത് എൻ്റെ പേരിൽ മറ്റാരോ അക്കൗണ്ട് തുടങ്ങി, അദ്ദേഹമാണ് ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്. അപ്പം പോലീസ് അന്വേഷിച്ചു പോലെ, അല്ലെങ്കിൽ ഏതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആണെങ്കിലും അന്വേഷിച്ച് എത്തുന്നത് എന്നിലേക്ക് എത്തും. പക്ഷേ എനിക്കറിയില്ല, ഞാനല്ല ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്. ഈ അക്കൗണ്ടിലേക്ക് കാശ് വന്ന അന്ന് തന്നെ അത് വിഡ്രോ ചെയ്യപ്പെടുകയും ചെയ്തു. അവിടെ പോകും. അപ്പം ഈ ഫേക്ക് അക്കൗണ്ട് വഴിയാണ് പലപ്പോഴും ഇത് പോകുന്നത്. അപ്പം സംഭവിക്കുന്നത് എന്താ? നിയമമുണ്ട്, നിയമപ്രകാരം ഇവരെ പണിഷ് ചെയ്യാം, പക്ഷെ ആളെ കിട്ടില്ല. അതുപോലെ ഇപ്പോൾ സൈബർ, അതുപോലെ തന്നെ E-commerceൽ നമ്മൾ ഇതേപോലെ തന്നെ തട്ടിപ്പ് കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമമുണ്ട്, പുതിയ E-commerce റൂൾസ് ഉണ്ട്. ഇതൊക്കെ പ്രകാരം നമുക്ക് നടപടിയെടുക്കാം. പക്ഷെ പ്രശ്നം, നമ്മുടെ എതിർകക്ഷി ആരാന്നറിയില്ല. ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടൊരു പ്രശ്നം, പല ആൾക്കാരും പറയാറുണ്ട് അവർ ഓൺലൈനിൽ പലതും വാങ്ങി, അപ്പോൾ അതിനകത്തിൽ അവർക്ക് കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പം കസ്റ്റമർ കെയറിലേക്ക് അവർ വിളിക്കും. ആ ഫോൺ ഒരിക്കലും കണക്റ്റ് ആവില്ല, എപ്പോൾ വിളിച്ചാലും അത് ഔട്ട് ഓഫ് ഓർഡർ. അപ്പോൾ നേരത്തെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പലതവണ ഞാൻ പോലും വാർത്ത ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഈ മ്യൂൾ അക്കൗണ്ട്. സാർ ഇപ്പോൾ പരാമർശിച്ച അക്കൗണ്ടുകളുടെ വിഷയങ്ങൾ. ഈ അക്കൗണ്ടുകൾ സാധാരണഗതിയിൽ ഏത് രീതിയിലാണ് അത് ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം? അതായത് നിലവിൽ സാഹചര്യത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവങ്ങൾ ഉണ്ടാകും, മരണമുണ്ടാകുമ്പോൾ അവരുടെ ഈ ജീവിച്ചിരിപ്പില്ലാത്തവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഫ്രോഡിലൂടെ അത്തരത്തിൽ അക്കൗണ്ടുകൾ കണ്ടെത്തി അങ്ങനെ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ നേരിട്ട് ബാങ്കുകൾക്ക് സാധിക്കില്ലേ? ബാങ്കുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമതായിട്ട് എല്ലാ അക്കൗണ്ടുകളും വെരിഫൈ ചെയ്യാം. ഇപ്പം പല ബാങ്കുകളും കണ്ടിന്യൂസ് ആയിട്ട് KYC അപ്ഡേഷൻ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്താൽ മാത്രം മതി. KYC അക്കൗണ്ട് സ്ട്രെങ്തൻ ചെയ്യുക, പിന്നെ മരണപ്പെട്ടവരുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതിന് രണ്ടും ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈ ബാങ്ക് അക്കൗണ്ടിൽ കൂടി മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ തട്ടിപ്പ് ഇന്നത്തെ അവസ്ഥയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ, അതിനൊരു മിസ്യൂസ് നടക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ നമുക്ക് ഒഴിവാക്കാം. ഫിനാൻഷ്യൽ തട്ടിപ്പുകളുടെ കാര്യം പോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ്, പ്രധാനമന്ത്രി പോലും മൻ കി ബാത്തിൽ, ഞാനതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് മൻ കി ബാത്തൊക്കെ, ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു നിയമമില്ല, അങ്ങനെ ഒരു ഇടപാടേ ഇല്ല എന്ന്, ഇന്ത്യയിലില്ല എന്ന്, കൃത്യമായി ലോകത്ത് എവിടെയും ഇല്ല എന്ന് പ്രധാനമന്ത്രി പോലും പറഞ്ഞിട്ടും പിന്നെയും കുറേ തവണ ഈ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ വിഷയങ്ങൾ വന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ, പ്രായമായവരെ തട്ടിക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനെ എങ്ങനെയാണ്, അതിന് നമുക്കൊന്ന് പ്രതിരോധിക്കാൻ സാധിക്കുക? പ്രായമായവർക്ക് അവർ ഈ OTP പെട്ടെന്ന് അയച്ചു തരൂ എന്നൊക്കെ പറയുമ്പോൾ അവരത് അയച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനെ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ഡിജിറ്റൽ അറസ്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ് അതിൻ്റെ പ്രധാന സോഴ്സ്. ഈ ബാങ്ക് അക്കൗണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുന്നതോടുകൂടി ഡിജിറ്റൽ അറസ്റ്റും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതല്ല എങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിക്റ്റിമായിട്ടുള്ളവർ ഒരു ഏജ് കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ പല മേഖലയിലുള്ളവരായിരിക്കും. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തവരാണ്. ഈ ധാരണ ഉള്ളവരാണെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യണമെന്ന് പോലും ഇല്ല. പക്ഷെ ധാരണ ഇല്ലാത്തവരാണ്. ആ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10 വർഷത്തേക്ക് മാത്രമേ ഇത്തരം സൈബർ ക്രൈമുകൾ നിലനിൽക്കുകയുള്ളൂ. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈമുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ ഉണ്ടാവും. ഇന്ന് നമ്മൾ കാണുന്ന സൈബർ ക്രൈമുകളെല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈബർ ക്രൈമുകളിലെ വിക്ടിംസ് എന്ന് പറയുന്നത് പലരും പഴയ ജനറേഷനിൽപ്പെട്ടവരാണ്. ഒരു 10 അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഇനി വരുന്ന ആൾക്കാർ അവർ പുതിയ ജനറേഷനാണ്. അവർ ഈ ടെക്നോളജിയോടൊപ്പം വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജെൻസിയിൽപ്പെട്ട ഒരാൾ ഡിജിറ്റൽ അറസ്റ്റിൽ വിക്ടിം ആകില്ല. കാരണം അവനറിയാം ഇതെന്താണ് സംഭവം എന്നറിയാം. അപ്പോൾ ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടാവും. എന്നാൽ നിലവിൽ എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാം?
എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, എല്ലാ ഫേക്ക് അക്കൗണ്ടുകളും മിസ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമതായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. ഇങ്ങനെ ഒരു സംവിധാനമില്ല. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ചാനലുകളിലാണേലും അതുപോലെ മീഡിയയിലാണേലും മറ്റ് സിനിമ തിയേറ്ററുകളിലാണേലും ഒരു വാണിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് നോട്ടീസ് പോലെയോ ഒക്കെ കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ചില ആൾക്കാർ ഇതിൽ വിക്ടിമാവും. അതിനകത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് ബാങ്കുകൾക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയുക. തീർച്ചയായും മറ്റൊരു പ്രധാന വിഷയം AI-യുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡീപ്പ് ഫേക്കുകളുടെ കാലമാണ്. ഇതും പൊരുതേണ്ട ഒരു സാഹചര്യമാണ്. എന്താണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ എങ്ങനെയാണ് ഡീപ്പ് ഫേക്ക് എന്നതിനെ, ആ വാക്ക് വന്നത് എങ്ങനെയാണ്, അതിനെ നിയമം എങ്ങനെയാണ് നിർദ്ധാരണം ചെയ്യുന്നത്? നിയമത്തിൽ നിലവിലൊരു വ്യാകരണമോ അല്ലെങ്കിൽ ഒരു അർത്ഥമോ ഇതിനില്ല. നിയമത്തിൽ നേരിട്ട് പറയുന്നില്ല. ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള ഒരു വീഡിയോ അതിലേക്ക് മറ്റൊരാളുടെ ഫേസ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോഡി കയറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സംഭവം. എന്നിട്ട് അത് അയാളുടെ ആണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുക. ഇതിൽ നമ്മുടെ ഗവൺമെൻറ്റിന് വളരെയധികം റോളുണ്ട്. നിലവിൽ ഇത്തരം AI ടൂളുകൾ ഇന്ത്യയിൽ, ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം AI ടൂളുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നതിൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരാം. എപ്പോഴൊക്കെയാണോ ഇത്തരം ടൂളുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത്, ആ ടൂളിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു വാട്ടർമാർക്ക് വരുന്ന സംവിധാനം മാൻഡേറ്ററി ആക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആനിമൽസ് അതിനെ നമ്മൾ ഹാം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഒറിജിനൽ ആനിമൽസോ അല്ല എന്ന് എഴുതി കാണിക്കും. എന്ന് പറയുന്ന പോലെ ഏതൊരു വീഡിയോയും ഇത്തരം ടൂളുകൾ വഴി നിർമ്മിക്കുന്നതാണ് എങ്കിൽ അതിലൊരു വാട്ടർമാർക്ക് വരണം. അത് ഏത് ടൂൾ വഴിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നും ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതോ ഇത് ഒറിജിനൽ വീഡിയോ ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു വാട്ടർമാർക്ക് അതിൽ മാൻഡേറ്ററി ആക്കണം. അത് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു നിയമം വഴി കൊണ്ടുവരാവുന്നുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സംവിധാനം ഒഴിവാകും. പിന്നെയുള്ള ഡീഫേക്കുകൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്ന ഇതായിരിക്കും. പക്ഷേ നമ്പർ കണ്ടമാനം കുറയ്ക്കാൻ പറ്റും. നിലവിലത്തെ അവസ്ഥയിൽ ആർക്കും ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിൽ വാട്ടർ മാർക്കിങ്ങോ മറ്റ് സംവിധാനങ്ങളും ഇല്ല. ഇതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് ടൂൾ ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തതെന്നോ കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഈ ടൂൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസികൾക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനുള്ള സംവിധാനം അവർ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനിങ്ങനെ കേട്ടു, ജനറേറ്റീവ് AI ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരാഗ്രാഫ് നമ്മൾ ജനറേറ്റീവ് AI വഴി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ജനറേറ്റീവ് AI വഴി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് അതിനകത്തിൽ അറിയാൻ പറ്റും എന്ന രീതിയിൽ അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു രീതിയിൽ ഇത്തരം വീഡിയോ ഉണ്ടാക്കുന്ന ടൂളുകൾ ഒരു വാട്ടർ മാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അതല്ല എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് ഈ വാട്ടർ മാർക്കിംഗ് ഒരു സംവിധാനം ഈ അടുത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു ഇത് നടത്തിയിരുന്നു. പക്ഷേ അത് എത്രത്തോളം നടപ്പിൽ വരുമെന്നറിയില്ല. ഇത് പ്രായോഗികമായി വല്ല ബുദ്ധിമുട്ടോ, സാങ്കേതികമായി വലിയ അധ്വാനമുള്ള ജോലി അല്ലല്ലോ അതില്ല. ഇപ്പം നമ്മൾ പല ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ നിത്യേന പല ടൂളുകൾ ഓൺലൈനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ PDF നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ദിസ് ഡോക്യുമെൻറ്റ് ഈസ് കൺവേർട്ടഡ് ബൈ സോ ആൻഡ് സോ സോഫ്റ്റ്വെയർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ആ ടൂൾ ഉപയോഗിച്ചാണ് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത് വരും. അതേപോലെ തന്നെ ചില സ്കാൻ ചെയ്യുന്ന ടൂൾസ് ഉണ്ട്, PDF ആയിട്ട് സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിലോ അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഇത് വരും. ഓട്ടോമാറ്റിക്കലി ഈ ഒരു വാട്ടർ മാർക്കിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് ടൂളാണോ ഡീഫേക്കിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വീഡിയോയെ മോഡിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ മാൻഡേറ്ററി ആയിട്ട് ഈ ഒരു ടാഗും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയാണെങ്കിൽ സംഭവം നമുക്ക് ഒഴിവാക്കാം. ആ വാട്ടർ മാർക്കിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്താം. 1, ഏത് ടൂളാണ് ഉപയോഗിച്ചതെന്നുള്ളത്. 2, ഇതിൻ്റെ ലൊക്കേഷൻ ഉപയോഗിക്കാം, ജിയോ ടാഗ്ഡ് ലൊക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ആരുടെ അക്കൗണ്ട് വഴിയാണ്. കാരണം ഈ ടൂളുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യുന്നതെന്ന് വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ടൂൾ ഉപയോഗിച്ചാണ്, അതിൽ ജിയോ ടാഗ് ഉണ്ട്, ഏത് ലൊക്കേഷനിൽ നിന്നാണ്, ആരുടെ അക്കൗണ്ട് വഴിയാണ്, ഇത് 3ഉം അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഇത് 3 റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാകും. അപ്പോൾ അങ്ങനെ 3ഉം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഡീപ്പ് ഫേക്ക് വീഡിയോ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേക്ക് വീഡിയോ വരികയാണെങ്കിൽ ആ 3 വിവരങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് കൊണ്ടുവരാനും പറ്റും. ഇത് ഡീപ്പ് ഫേക്ക് ആണ് എന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല.
ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചില വീഡിയോകൾ കാണുമ്പം പുതിയ ജനറേഷൻ ആണെങ്കിൽ പറയും ഇത് ഫേക്ക് ആണെന്ന് പറയും, പഴയ ജനറേഷൻ അത് കണ്ടിട്ട് അത് ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയാണ് ഈ വാട്ടർ മാർക്കിങ് വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന വീഡിയോ ഒറിജിനലാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയുടെ ഒരു അപകടം എന്ന് പറയുന്നത്, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനടിയിൽ വരുന്ന കമൻറ്റ് അത് ഫേക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ പോലും ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് സൊസൈറ്റി റിയാക്ട് ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഒറിജിനൽ അല്ല എന്ന് കണ്ടെത്തി വരുന്ന സമയത്തിനുള്ളിൽ ഇതിൻ്റെ റിയാക്ഷൻ വഴി സമൂഹത്തിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാവാം. അത് ഒഴിവാക്കാനായിട്ട് ഈ വാട്ടർ മാർക്കിംഗ് സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇത് ഫേക്ക് ആണ് എന്ന്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അത് നല്ലൊരു രീതിയിൽ ഉപകാരപ്പെടുന്നൊരു ടെക്നോളജി ആയിരിക്കും. അതെല്ലാ ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് സാങ്കേതികമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സൈബർ അക്കൗണ്ടുകളിലെ തട്ടിപ്പ് പോലെ തന്നെ വലിയൊരു ഗുരുതരമായൊരു വലിയ പ്രശ്നമായി വളർന്നു വരുന്നൊരു സംഭവമാണ് ലോൺ ആപ്പുകൾ. ഈ ലോൺ ആപ്പുകൾ പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നു, അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു, അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ലോൺ ആപ്പുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കാൻ എന്താണ് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുക? ലോൺ ആപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ നെസസിറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഫൈനാൻഷ്യൽ നെസസിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഒറ്റ ക്ലിക്കിൽ വേണ്ട കാശ് കിട്ടും എന്ന് കണ്ടാൽ അവർ സ്വാഭാവികമായിട്ട് അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഒരുപക്ഷെ അവർ എടുക്കുന്ന സമയത്ത് അവർക്കൊരു ഐഡിയ ഉണ്ട് ഇന്ന രീതിയിൽ അത് തിരിച്ചടയ്ക്കാമെന്ന്, പക്ഷെ അവർ വിചാരിക്കുന്നത് പോലെ അതിലേക്ക് എത്തില്ല. അപ്പോൾ തിരിച്ചടവുകൾ മുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിർ കക്ഷികൾ അതിനെ പല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യും. ചിലപ്പോൾ അവർ ത്രെട്ടൺ ചെയ്യാൻ തുടങ്ങും, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും, മറ്റു രീതിയിൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇവർ സൂയിസൈഡിലേക്ക് മറ്റും പോകുന്നത്. ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് നേരിട്ട് പല രീതിയിൽ ഇടപെടാം, പക്ഷേ ഗവൺമെൻറ് വിചാരിച്ചുകൊണ്ട് മാത്രം ഇതിനെ സോൾവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഫൈനാൻഷ്യൽ നെസസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അത് ഒഴിവായാൽ മാത്രമേ ലോൺ ആപ്പിനെ നമുക്ക് സക്സസ്ഫുള്ളി കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അതിനപ്പുറത്ത് നമുക്ക് ചെയ്യാൻ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളുണ്ടാക്കി ഇത്തരം ആപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം, അതൊക്കെ ചെയ്യാം, അവരെ കണ്ടെത്താം, അതില്ലാതാണ്ടാക്കാം, അതെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ ഒരാളെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ മറ്റൊരു സൈഡിൽ അത് ഇൻക്രീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഈ സാമ്പത്തികമായ ആവശ്യകതയെ മുതലെടുക്കുക എന്നുള്ളത് ആൾക്കാരുടെ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിലേക്ക് വന്നപ്പോൾ അത് കുറച്ച് കൂടുതലായി എന്ന് മാത്രം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാശിന് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലോൺ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും, അല്ലെങ്കിൽ കടം മേടിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. കടം മേടിക്കാൻ ചിന്തിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കും. അവരാരും ഒരുപക്ഷെ നമ്മളെ തരാൻ സാധ്യതയില്ല, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടാവും. ലോൺ എടുക്കാനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ കുറേ പ്രൊസീജിയറൽ ഫോർമാലിറ്റി ഉണ്ട്, അത് വേണം, കുറേ ഡോക്യുമെൻറ്റ്സുകൾ വേണം, സെക്യൂരിറ്റി വേണം, അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളും. ഇവിടേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, നമുക്ക് മെസ്സേജ് ഇങ്ങോട്ട് വരികയാണ്, നിങ്ങളുടെ പേരിൽ ഇതേ ഇത്ര രൂപ ഞങ്ങൾ സാങ്ഷൻ ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുകയാണ്. പക്ഷേ എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. പുറത്തുള്ള ഇൻട്രസ്റ്റിനേക്കാട്ടിൽ വളരെ അധികം ഇൻട്രസ്റ്റാണ്. പിന്നെ ഓരോ തിരിച്ചടവ് മുടങ്ങുന്ന സമയത്തും ഉണ്ടാകാവുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോൾ സമ്മർദ്ദത്തിലാവും. ആ സമ്മർദ്ദമാണ് മറ്റ് പല രീതിയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. അപ്പം ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആപ്പുകളെ റെഗുലേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ വേൾഡിൽ ഒരു മോണിറ്ററിങ് നടത്തുക. അത് നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സ് വഴി ഒരു പരിധി വരെ അത് കണ്ടെത്താം. കാരണം പലർക്കും മെസ്സേജായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള മെസ്സേജാണ് വരുന്നത് എന്ന് സർവീസ് പ്രൊവൈഡർക്ക് ഒരു പക്ഷേ ഫിൽട്ടർ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഫിൽട്ടറിങ്ങിലൂടെ ഒരു പരിധി വരെ മെസ്സേജ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മെസ്സേജ് നമ്മൾ ഒഴിവാക്കിയ പിന്നെ ഒരു പക്ഷേ നമുക്ക് ഇമെയിലായിട്ടായിരിക്കും വരുന്നത്, അതും സർവീസ് പ്രൊവൈഡർക്ക് പറ്റും. കാരണം നമുക്കറിയാം ഈ ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനം ഇപ്പം AI ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും എന്ത് തരം മെസ്സേജുകളാണ്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ മെസ്സേജ് ആണെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിൽ ഗവൺമെൻറ്റിന് ഒരു നടപടിയെടുത്ത് ഒരു പരിധി വരെ ആൾക്കാരിലേക്ക് ഇവർ എത്തുന്നത് തടയാൻ കഴിയും. പിന്നെ ഇത്തരം ആപ്പുകൾക്ക് ലൈസൻസ് കിട്ടുക, അത് പ്ലേ സ്റ്റോറുകളിലും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഒഴിവാക്കുക. ആ രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്താൽ നമുക്കറിയാം സൈബർ വേൾഡിൽ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ 10 ഓപ്ഷൻ അപ്പുറത്ത് ഓപ്പൺ ആക്കി എടുക്കാൻ കഴിയും. കാരണം ടെക്നോളജി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നടപടികൾ എടുക്കാം. പക്ഷേ ജനങ്ങളാണ് ഇതിൽ ചിന്തിക്കേണ്ടത്. നമ്മൾ പെട്ടെന്നൊരാവശ്യത്തിന് കാശ് എടുത്താലും പക്ഷേ അതുണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് മാത്രമാണ്. അതായത് റെസ്പോൺസിബിളായി ഡിജിറ്റൽ വേൾഡിൽ പെരുമാറുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു ആത്യന്തമായ സൊല്യൂഷൻ. മറ്റേതെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാവുന്ന മാത്രം.
ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ വിശാലമായൊരു സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ സങ്കീർണതകളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്ത് തന്നെയായാലും വലിയ ഇൻഫോർമേറ്റീവ് ആയിപ്പോയി നമ്മളുടെ ചർച്ചകൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.